SSLC പരീക്ഷ മാർച്ച് 5-ന് ആരംഭിക്കും. മാർച്ച് 30-ന് അവസാനിക്കും. 3000 കേന്ദ്രങ്ങളായിരിക്കും ഉണ്ടാകുക. 4,25,000 പേരാണ് ഇത്തവണ പരീക്ഷ എഴുതുന്നത്. ഒന്നാം വർഷ പൊതുപരീക്ഷ 2026 മാർച്ച് 5 മുതൽ 27 വരെ നടക്കും. രണ്ടാം വർഷ പൊതുപരീക്ഷകൾ മാർച്ച് 6 മുതൽ 28 വരെ നടക്കും. SSLC ഫലപ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നത് 2026 മെയ് 8-നാണെന്നും പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് പറഞ്ഞു. SSLC പരീക്ഷകൾ 2026 മാർച്ച് 5-ന് ആരംഭിച്ച് മാർച്ച് 30-ന് അവസാനിക്കും. പരീക്ഷകൾ രാവിലെ 9:30-ന് ആരംഭിക്കും. ഫലപ്രഖ്യാപനം പ്രതീക്ഷിക്കുന്ന തീയതി 2026 മെയ് 8. 3000-ഓളം കേന്ദ്രങ്ങളാണ് പരീക്ഷയ്ക്കായി സജ്ജമാക്കുന്നത്. 4,25,000 കുട്ടികളാണ് 2026 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്നത്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പൊതുപരീക്ഷ 2026 മാർച്ച് 5 മുതൽ മാർച്ച് 27 വരെ നടക്കും. രണ്ടാം വർഷ പൊതുപരീക്ഷകൾ മാർച്ച് 6 മുതൽ മാർച്ച് 28 വരെ നടക്കും. ഇതിന്റെ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, നമ്മുടെ സംസ്ഥാനത്തിലെ 4 ലക്ഷത്തിലധികം കുട്ടികൾ ഒരു പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഏർപ്പെടുത്തുന്നത്? പരീക്ഷയുമായി ബന്ധപ്പെട്ട സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ടെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. സംസ്ഥാനത്ത് പൊതുപരീക്ഷ, അതായത് പൊതുപരീക്ഷയുടെ ഡേറ്റ് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. SSLC പരീക്ഷ 2026 SSLC പരീക്ഷയുടെ ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാർച്ച് മാസം 5-ാം തീയതി ആരംഭിച്ച് മാർച്ച് 30-ന് അവസാനിക്കും. അവസാനിക്കുന്ന തരത്തിലാണ് ഡേറ്റ് നിശ്ചയിച്ചിരിക്കുന്നത്. പരീക്ഷകൾ രാവിലെ 9:30-ന് ആരംഭിക്കുകയും ചെയ്യും. IT മോഡൽ പരീക്ഷയുടെ തീയതിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 12-ാം തീയതി മുതൽ 22-ാം തീയതി വരെയാണ് IT മോഡൽ പരീക്ഷകൾ നടക്കുക. SSLC IT പരീക്ഷകൾ ഫെബ്രുവരി 2-ാം തീയതി മുതൽ 13-ാം തീയതി വരെ നടക്കും. SSLC മോഡൽ പരീക്ഷ ഫെബ്രുവരി 16 മുതൽ 20 വരെ നടക്കും. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്രമം നടത്തിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു ഫലപ്രഖ്യാപനത്തിനടക്കം ഉള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതായത് ഗൾഫ് മേഖലയിൽ നിന്നും 7 കേന്ദ്രങ്ങളും അതോടൊപ്പം തന്നെ ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളും അടക്കം 25,000 കേന്ദ്രങ്ങളാണ് ഇതിനോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ വിപുലമായ ഒരു സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. അതിനുള്ള ഒരുക്കങ്ങളും ഇനി മുതൽ ആരംഭിക്കുകയും ചെയ്യും. മാത്രമല്ല മൂല്യനിർണ്ണയത്തിനടക്കമുള്ള, അതായത് ക്രമക്കേടുകളോ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങളടക്കം വരാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഒരുക്കങ്ങളായിരിക്കും നടത്തുക എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. അശ്വതി. പ്രശാന്ത്, അങ്ങനെ SSLC പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്.